ജയശ്രീയുടെ ഒരു ഫിലിം കരിയർ എടുത്ത് നോക്കാം, ഞാൻ വളരെ കുട്ടിക്കാലത്താണ് സിനിമയിലേക്ക് വരുന്നത്. സിനിമ എന്താണെന്നോ അതിന്റെ ആ ഒരു എക്സ്പോഷർ എന്താണെന്നോ അറിയാത്ത ആ ഒരു സമയത്താണ് വരുന്നത്. അപ്പം അന്നുള്ള ജയശ്രീനെയും ഇപ്പൊ ഉള്ള ജയശ്രീനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു? പേഴ്സണൽ ജയശ്രീ അതല്ല ഉദ്ദേശിച്ചത്. എന്നെ സംബന്ധിച്ചോളം അന്ന് സിനിമയിൽ അഭിനയിക്കുന്നു എത്തിപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവായിരുന്നു. ഇപ്പൊ നല്ല തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് വലിയ കാര്യമാണ്. ലോഹിദാസ് സാറിനൊപ്പം, കമൽ സാറ്, ബ്ലെസ് സാറ്, അങ്ങനെ എന്താ പറയുക വലിയ വലിയ പേരുകളിലൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ വലിയ ഭാഗ്യമാണ്. എന്നും അത് ഓർത്തിരിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എവിടെ സംസാരിക്കുമ്പോഴും പ്രൗഡായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്ന് അത്രത്തോളം അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. അന്ന് ഒരു ഫ്ലോയിലങ്ങ് വിളിക്കുന്നു, പോയി ചെയ്യുന്നു, എന്താ പറയണേ, ഓക്കെ നടക്കാൻ പറയുന്നു, നടക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ. പിന്നെ ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജുലിക്കൊക്കെ എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി നമ്മൾ ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ഹൈബ്രിഡ് ഷൈൻ സാറിന്റെ കൂടെ നമ്മള് ഇതൊക്കെ അതിനു മുമ്പ് ഞാൻ്റെ ഒക്കെ പടം കഴിഞ്ഞിരിക്കും. നമ്മൾ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ ഒക്കെ ഒരു പടം വരുന്നുണ്ട് 1983 ശേഷം വരുന്നുണ്ടെന്ന് കേട്ടപ്പോ നമ്മള് പത്രത്തിൽ കണ്ടിരിക്കുന്ന സമയം. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ കോള് വരുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിൽക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അതിന്റെ ഓരോ പ്രോസസ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് മാറി. സിനിമ മൊത്തത്തില് എൻ്റെ പേഴ്സണൽ തോട്ട്സും നമ്മൾ വളരുമ്പോൾ മാറുമല്ലോ, അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഒരു കുട്ടിയാണ്, ഇന്ന് അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന, സിനിമേനെ ഇഷ്ടപ്പെടുന്ന, സിനിമയോടുള്ളൊരു ഇഷ്ടം തിരിച്ചറിഞ്ഞ ഒരാളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സെലിബ്രിറ്റി ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി മൊമെന്റ് ഉണ്ടോ? ക്ലാസ്സിലേക്ക് ചെന്നു സിനിമാ നടി വരുന്നു എന്നൊക്കെ? അങ്ങനെ വെച്ചാൽ സ്കൂളിൽ നമ്മള് എല്ലാവരും അങ്ങനെ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള സംസാരമുണ്ട്. പക്ഷെ അങ്ങനെ വലിയ ഡിഫറൻസ് അല്ലെങ്കിൽ വലിയൊരു സംഭവമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴാണ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ സിനിമാ നടി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ സിനിമാ നടിയുടെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ കുറെ കാലം കഴിയുമ്പോൾ പറയില്ല. അന്ന് നമ്മൾ ചെറിയ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ വലിയ സ്റ്റാർ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്നൊക്കെ അങ്ങനെ ഡയലോഗ് അങ്ങനത്തെ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ലത്. ഇപ്പം പണ്ടൊക്കെ സിനിമ ചൂസ് ചെയ്യുന്ന മിക്കവാറും പാരന്റ്സ് ആയിരിക്കും, അവര് ചൂസ് ചെയ്തിട്ട് ചെയ്യാറ്. അങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്നല്ല, വിളിക്കുമ്പോ നല്ല ടീമാണ്, നല്ല ക്യാരക്ടർ ആണ് എന്നൊക്കെ തോന്നുമ്പോ പോവാ. നല്ല ക്യാരക്ടർ ആണോന്ന് പോലും നമുക്കറിയില്ല. ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത്. നല്ല ടീമാന്ന് അറിയുമ്പോ ഓക്കെ പറയാറുള്ളൂ. അതങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ അച്ഛനൊക്കെയാണ് ഇപ്പോഴും കൂടെ നിൽക്കാറ്. ഇപ്പൊ അച്ഛനെ വിളിക്കും, എന്റെ അടുത്തും ചോദിക്കും, ഷിയല്ലേയും ചോദിക്കും, അങ്ങനെ ഒരു ഫ്ലോയിലാണ്. പക്ഷെ ഇപ്പം സ്റ്റോറീസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുന്നത് ജയശ്രീ തന്നെയാണോ? വിളിക്കുമ്പോ സംസാരിക്കുമ്പോ ഞാൻ തന്നെയാണ്. പിന്നെ അച്ഛൻ്റെ അടുത്തും വീട്ടിലും അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്യും. അപ്പൊ അവരൊരു എന്തായാലും അവരുടെ ഒരു തോട്ട് പറയും. അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ തീരുമാനം. ഓക്കെ. ഈ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്, മീൻസ് വരുന്ന സമയത്ത് എന്ത് ഫാക്ടർ ആണ് ഓക്കെ ഇത് ഞാൻ ചെയ്യാം, അങ്ങനെ നമുക്ക് ഹുക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ? അങ്ങനെ ഇപ്പോ ഇടിയൻ ചന്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കരാട്ടെ അറിയുന്ന അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു പുതിയ സാധനം പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ അങ്ങനെ കേൾക്കും. പിന്നെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എൻഗേജിങ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു സ്ക്രിപ്റ്റില് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനത്തെ ഫാക്ടേഴ്സ് ഇപ്പൊ ചിന്തിച്ചിട്ടുള്ളൂ. നമുക്ക് അത്രയിലേക്ക് എത്തിയിട്ടുള്ളൂ. നമുക്ക് ഇനി കുറെ വരുമ്പോഴാണല്ലോ അത് വേണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എടുക്കുന്ന അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് ആയിട്ട് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുക്കും. അതെ. ഇപ്പം ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഈ കരാട്ടെ ചെയ്യണം, പീറ്റർ ഹെയ്ൻ ആണ് ആക്ഷൻ ചെയ്യുന്നതെന്നൊക്കെ കേട്ടപ്പം ചെറുതായിട്ട് മനസ്സിലായി, ഈശ്വര എന്നെ ഇടിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്ന് വേണം പറയണ്ടേ, എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ. എങ്ങനെ ഇത് വരും, ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള, കാണുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ടായിരുന്നു. മാസ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ മാസ്റ്റർ എത്തിയപ്പോൾ കുറച്ചും കൂടി അത് ഈസി ആവുക ചെയ്തത്. മാസ്റ്ററൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു ക്യാൻവാസിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. മാസ്റ്റർ അത് നല്ലൊരു കറക്റ്റായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് മൂവ്മെന്റ്സ് എന്താ വേണ്ടതെന്നും അതുപോലെ റിയാക്ഷൻ എന്താ വേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് ചെയ്യുന്ന കാരണം നല്ല ഈസി ആയിരുന്നു.
നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസ്. ഈ പീറ്റർ ഹെയിൻ വന്നതുകൊണ്ട് പുഷ്പയുടെ ഷൂട്ടിംഗ് വരെ മാറ്റി വെച്ചു എന്നൊക്കെ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു സംഭവം? അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാസ്റ്ററിന്റെ ഡേറ്റ്സ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ എളുപ്പമല്ലല്ലോ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ്സിൽ ഓക്കെ ആയിരുന്നില്ല. പക്ഷെ മാസ്റ്റർ ഈ സിനിമയുടെ കഥ കേട്ടിട്ട് അത്രയും ഒരു പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി. അപ്പൊ അത് വർക്ക് എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഇതിന്റെ പേരിൽ ഡേറ്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഈ പടത്തിന്റെ പ്രൊമോഷൻസ് ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നി ജയശ്രീയെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വിളിച്ച് തിയേറ്റർ വിസിറ്റിൽ നമുക്ക് കുറച്ച് ഇടിയൊക്കെ പ്ലാൻ ചെയ്യാ എന്നൊക്കെ പറഞ്ഞു. കേട്ടൂലേ? കേട്ടു, എല്ലാരും കേട്ടു. അതെല്ലേ? ഓക്കെ. അത് ശരിക്കും വിശ്വസിച്ചോ? അല്ല, ആദ്യം എനിക്ക് വിഷ്ണുട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് ഞാൻ നോർമലായിട്ട് തന്നെ കേട്ടത്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിഷ്ണുവിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു, ഇത് പ്രാങ്കോൾ എന്തെങ്കിലും ആണോ അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ടാ. ആദ്യം എനിക്ക് മനസ്സിലായില്ല. വിദ്യയുടെ സൗണ്ട് ഒക്കെ വിദ്യ തന്നെയാ, പക്ഷെ വിഷ്ണുവിന്റെ സൗണ്ട് ഇനി വിഷ്ണുവിന്റെ സൗണ്ട് മാറ്റി പറയണതാണോ എന്നൊക്കെ തോന്നി. എന്നെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോ പക്ഷെ ഇത് എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടി. അവര് പ്രാങ്കാന്ന് പറയണേറ്റ് മുമ്പേ ഞാൻ ഇത് പ്രാങ്കോൾ അല്ലേ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ ശരിക്കും ഇപ്പൊ ഉള്ള ഒരുപാട് ഇടിപ്പടങ്ങൾക്കൊക്കെ ഇതുപോലുള്ള പ്രൊമോഷൻസ് വരാറില്ലേ? ഇപ്പം ടർക്കിഷ് തർക്കത്തിന് സണ്ണിവേലും ലുക്മാനും കൂടെ ഞാനും കൂടി പാകാണ്. അപ്പൊ ആ ഒരു ഇടി ഭയങ്കരമായിട്ട് വൈറൽ തന്നെ. എല്ലാരും ശ്രദ്ധിച്ചു, ഈശ്വര ഇത് ശരിക്കുള്ള ഇടിയാണോ? കാരണം നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന അതേപോലെ ആയിരുന്നു. അപ്പൊ ശരിക്കും അങ്ങനെയൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ശരിക്കും പോയി ചെയ്തേനെ, തിയേറ്ററിൽ ഇടിച്ചേനല്ലേ? സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ ചെയ്യും. അല്ല, സീരിയസ് ആയിട്ട് ഇടിക്കുന്നല്ല, അതൊരു പ്രൊമോഷന്റെ ഭാഗമായി എന്നുള്ള രീതിയിൽ. ഇപ്പൊ ടീം തീരുമാനിക്കുന്നതാണല്ലോ. ടീം ഇപ്പൊ പറയാണ് അത് പറയാ വലിയ മോശമില്ലാത്ത പ്രൊമോഷൻ പരിപാടിയാണെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ. അപ്പം പുതിയ സിനിമകളിലേക്കൊക്കെ വരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ കൂടെ, ഇപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെ ആണെങ്കിലും സെക്കൻഡ് പടമാണ് ഐ തിങ്ക് നിത്യഹരിത നായകൻ. അപ്പം അദ്ദേഹത്തിനൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ രണ്ടാമത് കൂടെ വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നേരെ വിഷ്ണുവിനെ നിത്യഹരിത നായകൻ വഴിയാണ് അറിയുന്നത്. അപ്പൊ ആ സിനിമയിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു, അതുപോലെ ബേസിലായിട്ടും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു കോംബോ. എനിക്ക് ഫസ്റ്റ് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇന്നാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ. അപ്പോ ഇവരെന്നെ തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ഗ്യാങ്ങിലേക്ക് എന്നെ ഇന്നാക്കി. അങ്ങനെയാണ് അന്ന് സെറ്റ് ആയത്. അപ്പൊ അന്ന് ഭയങ്കര ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ അവർ തന്നു. പിന്നീട് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ വിഷ്ണുടൻ തന്നെയാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, കേട്ടുമൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആസ് എൻ ആക്ടർ പുള്ളി ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു സംഭവം ഇതിൽ ഇടിയൻ ചന്തുവിൽ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കാരണം ആ ക്യാരക്ടറിന് വേണ്ടി ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ടായിട്ട് പിടിക്കാനായിട്ട്, അതിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ വേറെ രീതിക്ക് മാറുകയാണെങ്കിൽ അല്ല ഞാനിങ്ങനെ സംസാരിക്കുള്ളൂ, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ ഇൻപുട്ട് എടുത്ത്, അതുപോലെ ഈ ക്യാരക്ടറിന് വേണ്ടി പുള്ളിയെടുത്ത എഫേർട്സ് ഒരു 22 വയസ്സായിട്ടുള്ള ആളായി ആവാനുള്ള ഒരു എഫേർട്സ് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി. പിന്നെ ആസ് എ ഫ്രണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ല രസമായിരുന്നു. മൊത്തത്തിൽ എന്നെ കളിയാക്കുക, ഈ പറഞ്ഞ പോലെ കളിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പുള്ളിയുടെ എപ്പോഴും തമാശ പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുള്ളി. വിഷ്ണുവിനാണെങ്കിലും ശ്രീതാരനാണെങ്കിലും. അപ്പൊ ഇവർക്ക് എല്ലാവരും ടീം ഫുള്ള് ഫണ്ണാണ്. ഫണ്ണാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു.